ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത കളക്ഷൻ ഐറ്റം ആയിട്ടുള്ള ടപ്പിളിനെ കുറിച്ചാണ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടപ്പിൾ. ഓക്കെ, ലിസ്റ്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു ലിസ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്? ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ്. എന്താണ് ലിസ്റ്റ്? ഓക്കെ, നമുക്കൊരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ലിസ്റ്റിലോട്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ. അതിൻ്റെ ഒരു വേർഡും പറഞ്ഞല്ലേ. എന്തായിരുന്നു? ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ ലിസ്റ്റ് എങ്ങനെ ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടപ്പിൾ, ഇങ്ങനെ ഒരു ടപ്പിൾ. ഓക്കെ, ടപ്പിൾ എന്ന് പറയുന്നത് സെയിം ആസ് ലിസ്റ്റ് തന്നെയാണ്. ഓക്കെ, ലിസ്റ്റ് പോലെ തന്നെയാണ് ടപ്പിൾ. ആകെ കൂടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. ലിസ്റ്റ് മ്യൂട്ടബിളും ടപ്പിൾ ഇമ്മ്യൂട്ടബിളും ആണ്. ടപ്പിൾ എന്താണ്? ടപ്പിൾ ഈസ് ഇമ്മ്യൂട്ടബിൾ. അതായത് പിന്നീട് നമുക്കൊരു ഒരു ടപ്പിള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല, റിമൂവ് ചെയ്യാനും സാധിക്കുന്നതല്ല. അതുപോലെ നമ്മൾ ലിസ്റ്റിൽ ചെയ്തിട്ടുണ്ടായി അല്ലേ, ഒരു എംപ്റ്റി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് നമ്മൾ അതിലോട്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ടപ്പിളിൽ പറ്റത്തില്ല. അപ്പോൾ നമുക്കറിയാമല്ലേ, ലിസ്റ്റ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു ക്രിയേറ്റ് ചെയ്യുക? സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ? പക്ഷേ ടപ്പിൾ ആണെങ്കിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ടപ്പിൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് എന്ത് ചെയ്യുക? എലിമെൻറ്റ്സ് ആഡ് ചെയ്യുക. ലിസ്റ്റിലെ പോലെ തന്നെ ഓൾ ദി എലിമെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ദി കോമാസ് ആണ്. ഇനി ടപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലേ, ലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെക്സ് ബേസ്ഡ് ആയിരുന്നു. എന്താണ് ഇൻഡെക്സ്? കളക്ഷൻ ഐറ്റത്തിലെ, അതായത് ലിസ്റ്റും ടപ്പിളും പോലെയുള്ള കളക്ഷൻ ഐറ്റത്തിലെ ഓരോ എലമെൻസിനും നമ്മളൊരു ഇൻഡെക്സ് നമ്പർ ഉണ്ടാവും, വിച്ച് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റത്തെ ഇൻഡെക്സ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് കളക്ഷൻ ഐറ്റം -1 ആയിരിക്കും അല്ലേ? ലാസ്റ്റ് എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് അത് എത്രാമത്തെ എലമെൻ്റ് ആണോ, ഓക്കെ, അത് എണ്ണുമ്പോൾ എത്രാമത്തെ എലമെൻ്റ് ആണോ സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ട് അത് -1 ആണ് അതിൻ്റെ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അതുപോലെ അപ്പോൾ ടപ്പിളും എങ്ങനെ ആക്സസ് ചെയ്യുന്ന? ടപ്പിൾസ് ആർ ഓൾസോ ആക്സസ്ഡ് ബൈ ഇൻഡെക്സ് നമ്പർ. അതായത് ഇപ്പോൾ ഇതിലൊരു എലമെൻറ്റ് എടുക്കണം എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് എടുക്കുന്നത്? പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് ഇതിൽ ഒരു എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യണം. ഏത് എലമെൻറ്റാണ് എനിക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത്? എനിക്ക് 4 എന്നുള്ള എലമെൻറ്റ് പ്രിൻറ്റ് ചെയ്യണം. 4ൻ്റെ ഇൻഡെക്സ് നമ്പർ എത്ര ആയിരിക്കും? സ്റ്റാർട്ടിങ് ഫ്രം 0, 1, 2, 3 ആയിരിക്കും അല്ലേ? അപ്പോൾ പ്രിൻറ്റ്. ഓക്കെ, പ്രിൻറ്റ് ടപ്പിളിൻ്റെ നെയിം. നമ്മളിവിടെ ടപ്പിൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സോ ടപ്പിൾ, പ്രിൻറ്റ് ടപ്പിൾ. എപ്പോഴും ഇൻഡെക്സ് നമ്പർ, വെദർ ഇറ്റ് ഇസ് ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിൾ, ഏതായാലും ശരി, ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുമ്പോൾ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. 1 സെക്കൻഡ്. അപ്പം ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുമ്പം സ്ക്വയർ ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഇൻഡെക്സ് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് 3 ആണ്. അപ്പം എന്ത് ചെയ്യുക? പ്രിൻറ്റ് ചെയ്യുക. കിട്ടിയല്ലേ നമുക്ക് 4. അതുപോലെ ഇപ്പോൾ 5 പ്രിൻറ്റ് ചെയ്യണം. 5ൻ്റെ ഇൻഡെക്സ് നമ്പർ എന്തായിരിക്കും? 4. പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ മെയിൻ പോയിന്റ്, ടപ്പിൾ എന്താണ്? ഇമ്മ്യൂട്ടബിൾ ആണല്ലേ.
ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ടപ്പിൾ ഇവിടെ ടപ്പിൾ എന്ന് പറഞ്ഞിട്ട് നെയിം ഉള്ളൊരു ടപ്പിൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ടപ്പിളിലോട്ട് ഇനി എനിക്ക് വാല്യൂസ് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, നമുക്ക് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പം എന്താണ് അപ്പൻഡ് യൂസ് ചെയ്തിട്ട് ഇപ്പം അപ്പൻഡ് യൂസ് ചെയ്ത് വാല്യൂസ് ആഡ് ചെയ്യാറുണ്ടല്ലോ. ടപ്പിൾ ഡോട്ട് അപ്പൻഡ്. ഓക്കെ, അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ കൊടുക്കുവാണ്, വാല്യൂ അങ്ങോട്ട് കൊടുക്കുവാണ്. ഓക്കെ, 2 എന്ന് പറയുന്ന വാല്യൂ പോട്ടെ, 8 എന്ന് പറയുന്ന വാല്യൂ ഞാൻ കൊടുക്കുവാണ്. ഇനി ഞാൻ പ്രിന്റ് ടപ്പിൾ കൊടുക്കുവാണ്. എന്താ കിട്ടാൻ നോക്കാം നമുക്ക്. എന്താ കിട്ടിയ എറർ വന്നു അല്ലേ. അപ്പം അപ്പൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണെന്ന് യൂസ് ചെയ്തത്, ലിസ്റ്റിൽ ഒരു എലമെന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അത് വർക്ക് ആവത്തില്ല. കാരണം എന്തുകൊണ്ടാണ്, ടപ്പിളിലോട്ട് നമുക്ക് എലമെന്റ്സ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ആണോ? ഇനി അതുപോലെ നമ്മൾ വേറൊരു രീതിയിലും ആഡ് ചെയ്യാറുണ്ടായിരുന്നല്ലേ. അതായത് ലൈക്ക് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യാറുണ്ടായിരുന്നല്ലേ, അപ്പൻഡ് ചെയ്യാതെ. ലൈക്ക് എന്താണ് ടപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇൻഡെക്സ് നമ്പർ കൊടുക്കുന്നു. ഇൻഡെക്സ് നമ്പർ ഇപ്പം ഞാനിവിടെ 0 കൊടുക്കുവാണ്. ഓക്കെ, 0 കൊടുക്കുവാണ്. എന്നിട്ട് ഞാനിവിടെ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലേ. അതും എന്താവത്തില്ല, ഇവിടെ വർക്ക് ആവില്ല. ലിസ്റ്റ് പോലെ മ്യൂട്ടബിൾ അല്ല. പിന്നെ എവിടെയൊക്കെയാണ് ഈ ടപ്പിൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു തവണ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് മാറ്റേണ്ടാത്തതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവില്ല. നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുവാണ്, അതിനകത്ത് കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടപ്പിൾ യൂസ് ചെയ്യുന്നത്. അത് വേറൊരാൾക്കും പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. വൺസ് ക്രിയേറ്റഡ് പിന്നെ അത് ചേഞ്ച് ഇല്ല. അപ്പം വെബ് പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് നമ്മളുടെ വല്ല ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്ത്, ഇപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അഡ്രസ്സ് അത് ഇതൊക്കെ ഇത് ചെയ്ത് പിന്നീട് അത് ചേഞ്ച് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ടപ്പിൾ യൂസ് ചെയ്യും. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് എന്താണെന്നറിയോ, ദാറ്റ് ഈസ് ടപ്പിൾ അൺപാക്കിംഗ്. എന്താണ് ടപ്പിൾ അൺപാക്കിംഗ്? ഞാനിവിടെ എന്താ ടപ്പിൾ അൺപാക്കിംഗ് എന്ന് പറയാം. അതിന് മുന്നേ ഞാനിവിടെ ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുക. ഏജ് ഇസ് ഇക്വൽ ടു എന്ന് പറഞ്ഞ് ഒരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുക. 3, 5, 6, 9, 10. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജ് 1, ഏജ് 2, ഏജ് 3 എന്നിങ്ങനെ എന്താണ് ഏജ് 1, ഏജ് 2, ഏജ് 3 എന്നിങ്ങനെ ഇവിടെ ഏജ് എന്ന് പറയുന്ന ടപ്പിളുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ എലമെൻ്റായി 3 എന്ന് പറയുന്നത് എന്താണ്, ഏജ് 1 ആണ്. അപ്പോൾ എനിക്കത് ഏജ് 1 ആക്കണം. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം നമുക്കറിയാം എന്താണ് കളക്ഷൻ ആയിട്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വേരിയബിളിനകത്താണ് നമ്മൾ മൾട്ടിപ്പിൾ വാല്യൂസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഓരോന്നും ഓരോ വാല്യൂസ് ആക്കണം. അതായത് ഏജ്, ഒന്നാമത്തെ ആളുടെ ഏജ് എന്ന് പറയുന്നത് ഏജ് 1 ഇസ് ഇക്വൽ ടു 3 എന്ന് കൊടുക്കണം, ഏജ് 2 ഇസ് ഇക്വൽ ടു 5 എന്ന് കൊടുക്കണം, ഏജ് 3 ഇസ് ഇക്വൽ ടു 6 ഇങ്ങനെ കൊടുക്കണം. അപ്പം നോർമലി ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക, ഏജ് 1 ഇസ് ഇക്വൽ ടു 3, ദെൻ ഏജ് 2 ഇസ് ഇക്വൽ ടു ഈ ടപ്പിൾ നോക്കി അതുപോലെ നമ്മൾ ഓരോ വേരിയബിൾ നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഈ വാല്യൂസ് ഓരോന്നോരോന്നായി സ്റ്റോർ ചെയ്യും. ഇങ്ങനെയാണല്ലേ നോർമലി ചെയ്യുക. പക്ഷേ ടപ്പിളിൻ്റെ കേസിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് എങ്ങനെ ചെയ്താൽ മതി, ഏജ് 1, ഓക്കെ, ഏജ് 2, then age 3, then age 4. എത്ര എലമെൻറ്റ്സ് ആണുള്ളത്, 5 എലമെൻറ്റ്സ് അല്ലേ. ഏജ് 5 ഇത് എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ 5 വാല്യൂസും ഏജ് 1 ഏജ് 2 ഏജ് 3 അങ്ങനെ സ്റ്റോർ ചെയ്യണം. ഇനി
നമുക്ക് ഏതൊക്കെ വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത് അത് ഓരോന്നോരോന്നായി കോമ ഇട്ട് കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, ആ ടപ്പിൾ അങ്ങോട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് 3, 5, 6, 9, 10. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാവേ. 1 സെക്കൻഡ്. നമുക്ക് പ്രിന്റ് ചെയ്യണം അല്ലേ? ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടേ ഉള്ളൂ. നമുക്കിത് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ പ്രിന്റ് ചെയ്യണം അല്ലേ? പ്രിന്റ് എന്താണ് നമുക്കിപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ, അതായത് H1, H2, H3, H4, H5 ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ ആ ടപ്പിൾ കൊടുത്തപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഈ ടപ്പിൾ അങ്ങ് അൺപാക്ക് ആവുകയാണ്. ആ ടേം ഞാൻ പറഞ്ഞില്ല, ടപ്പിൾ അൺപാക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ടപ്പിൾ എന്ത് ചെയ്യുന്നു? അൺപാക്ക് ആവുന്നു. ആ ടപ്പിളിലെ ഓരോ വാല്യൂസും നമ്മൾ കൊടുത്തേക്കുന്ന വേരിയബിൾസിലോട്ട് ഓട്ടോമാറ്റിക്കലി സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ടപ്പിൾ അൺപാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിപ്പോൾ അൺപാക്ക് ആവുകയാണ്. H1 is equal to H2 നമ്മൾ കൊടുക്കുന്ന ഓർഡർ അനുസരിച്ചാണ് അത് അൺപാക്ക് ആവുന്നത്. H1, H2, H3, 3, 5, 6 ഓരോന്നോരോന്നായി നമ്മൾ കൊടുത്തേക്കുന്ന ഓർഡർ അനുസരിച്ച് അതിലോട്ട് ഇപ്പോൾ സ്റ്റോർ ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യണം അല്ലേ? അപ്പം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ടുണ്ടാവും? H2-നകത്ത് 5 സ്റ്റോർ ആയിട്ടുണ്ടാവും, H1-നകത്ത് 3 സ്റ്റോർ ആയിട്ടുണ്ടാവും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ H3 പ്രിന്റ് ചെയ്യുകയാണ്. ടപ്പിൾ അൺപാക്കിംഗ് പ്രകാരം H3-ൽ ഇപ്പോൾ 6 സ്റ്റോർ ആയിട്ടുണ്ടാവണം. സോ ഞാൻ H3 ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ്. ഇങ്ങനെ വേരിയബിൾ നോർമലി പ്രിന്റ്, ബ്രാക്കറ്റിനകത്ത് വേരിയബിളിൻ്റെ നെയിം. കിട്ടിയല്ലേ? 6 കിട്ടി. ഇനി വേറെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ H5-നകത്ത് 10 സ്റ്റോർ ആയിട്ടുണ്ടാവണമായിരിക്കും. നമുക്ക് നോക്കാം. ആയിട്ടുണ്ടല്ലേ? അപ്പം ഇതാണ് ടപ്പിൾ അൺപാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾക്ക് സെപ്പറേറ്റ് നമ്മൾ ഓരോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് ആ വാല്യൂസ് വെച്ച് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് വേണ്ട വേരിയബിൾ നെയിം ഓർഡർ അനുസരിച്ച് എങ്ങനെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആ ഓർഡർ അനുസരിച്ചിട്ട് ടൈപ്പ് ചെയ്യുക. ദെൻ ഈക്വൽ ടു ബ്രാക്കറ്റിനകത്ത് ടപ്പിൾ കൊടുക്കുക. ഇനി ഈ സെയിം സാധനം നമുക്ക് ഇങ്ങനെയും വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമ്മൾ ടപ്പിളിൻ്റെ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് പകരം എന്ത് ചെയ്താൽ മതി? നമുക്ക് ടപ്പിളിൻ്റെ നെയിമും കൊടുക്കാം. നേരത്തെ നമ്മൾ കൊടുത്ത എന്താ? അതായത് നമുക്ക് വേണ്ട വേരിയബിൾസ് ഈക്വൽ ടു ടപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ആ ടപ്പിളിന് പകരം എന്ത് ചെയ്താൽ മതി? ആ ടപ്പിളിൻ്റെ പേര് കൊടുത്താലും മതി. എന്താണ് നമ്മളുടെ ടപ്പിളിൻ്റെ നെയിം? ഏജ് എന്ന് പറയുന്ന ടപ്പിൾ ആണല്ലോ 3, 5, 6, 9, 10. സോ 3, 5, 6, 9, 10 എന്നുള്ള ടപ്പിൾ സെപ്പറേറ്റ് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണ്ട വേരിയബിൾ ഈക്വൽ ടു ഏജ് എന്ന് പറഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സെയിം ഒന്ന് റൺ ചെയ്ത് നോക്കാം. അഗെയിൻ കിട്ടിയില്ല. ഇതാണല്ലേ എളുപ്പം? ടപ്പിൾ കൊടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് എളുപ്പം ഏതാണ്? ഇതാണ്. നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. ഞാനിവിടെ എന്താണ് എംപ്ലോയി ID എന്ന് പറഞ്ഞൊരു ടപ്പിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. 2001, then 2002, then 2013. ഇതൊക്കെ എംപ്ലോയീസിൻ്റെ ID ആണെന്ന് വിചാരിക്കുക. 2098. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം എനിക്ക് സെപ്പറേറ്റ്, അതായത് എംപ്ലോയി ID 1, emp ID 1, then emp ID, emp ID 2, then emp ID 3, എന്നിങ്ങനെ സ്റ്റോർ ചെയ്യണം. സെപ്പറേറ്റ് ഓരോന്നിലോട്ടായിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് ഈക്വൽ ടു ദാറ്റ് ടപ്പിൾ കൊടുക്കുക, ലൈക്ക് ദിസ്. 201, 202, then 2013, then 2098. എന്നിട്ട് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്ത് നോക്കാം. നമുക്ക് പ്രിന്റ് emp ID 3 കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കണം വാല്യൂസ് കിട്ടേണ്ടത്? emp ID 3 2013 കിട്ടണം അല്ലേ? കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടുന്നുണ്ട്. ഇനി 2 കൊടുത്ത് നോക്കാം. ഉണ്ടല്ലേ?
അപ്പം എന്താണ് ഇതിന് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റിയിട്ട് എന്തും കൊടുത്താൽ മതി, എംപ്ലോയി ഐ ഡി എന്നുള്ള സാധനം കൊടുത്താൽ മതി. എംപ്ലോയി ഐ ഡി ആണ് നമ്മുടെ ടപ്പിളിൻ്റെ നെയിം. സോ ഇത് ഈസ് ഇക്വൽ ടു ഈ ടപ്പിൾ എന്ന് കൊടുക്കുക. ദെൻ പ്രിൻറ്റ് അഗൈൻ പ്രിൻറ്റ് ഐ ഡി 1 നമുക്ക് കിട്ടി 2001. അപ്പം ഇത്രയാണ് ടപ്പിൾ അൺപാക്കിംഗ് ഉള്ളത്. എന്താണ് ടപ്പിൾ അൺപാക്കിംഗ് എന്ന് പറയുന്നത്? നമ്മൾ വേരിയബിൾസ് അത് പിന്നീട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ലൂപ്സിലൊക്കെ ഫോർ ലൂപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ പിന്നീട് ഡിക്ഷണറിക്കകത്തും യൂസ് ചെയ്യും കേട്ടോ. ഡിക്ഷണറിക്കകത്ത് നമ്മൾ പിന്നീട് പറയും. ഞാൻ വെറുതെ ഒന്ന് പറയാം. ഡിക്ഷണറിക്കകത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡെക്സ് ബേസ്ഡ് അല്ല, കീ വാല്യൂസ് ആയിട്ടാണ്. ഒരു കീ അതിൻ്റെ വാല്യൂ. ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ അനു എന്ന് പറയുന്ന ആളുടെ നെയിം, ദാറ്റ് ഇസ് അനു, അനുവിൻ്റെ ഏജ്, ദാറ്റ് ഇസ് ഒരു കോളൻ യൂസ് ചെയ്ത് അനു. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് അനു ദെൻ 20 ഈ രീതിയിലാണ്. അതായത് അനു എന്നുള്ളത് ഇവിടെ കീ ആണ്. ഓക്കെ, ബ്രാക്കറ്റിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ കേളി ബ്രാക്കറ്റ്സ് ആണ് ഡിക്ഷണറിക്ക് യൂസ് ചെയ്യുക. കേളി ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഇത് ഈ ഒരു ഡിക്ഷണറി ദാറ്റ് ഈസ് ഒരു വേരിയബിൾ നെയിം ഇസ് ഇക്വൽ ടു ഒരു ഡിക്ഷണറി ആയിരിക്കും. അപ്പോൾ ആ ഡിക്ഷണറിക്കകത്ത് കീ വാല്യൂ ആയിട്ടാണ്. ഇവിടുത്തെ കീ എന്ന് പറയുന്നത് അനു ആയിരിക്കും, അതിൻ്റെ വാല്യൂ 20 ആയിരിക്കും. അപ്പം നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇത് ഐട്രേറ്റ് ചെയ്യും. അപ്പോൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് അതിനകത്ത് രണ്ട് വേരിയബിൾ, അതായത് ഇപ്പോൾ ഫോർ ഐ ജെ എന്ന് പറഞ്ഞ് രണ്ട് വേരിയബിൾ ഒരു ലൂപ്പിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്യും. അപ്പം അവിടെ ടപ്പിൾ അൺപാക്കിംഗ് നടക്കും. എന്നിട്ട് ഈ അനു ആൻഡ് 20 എന്നുള്ളത് ഒരു ടപ്പിളായിട്ട് അവിടെ പ്രിൻ്റ് ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഈ ടപ്പിൾ അൺപാക്കിംഗ് എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഡിക്ഷണറിയിലും യൂസ് ചെയ്യും. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ടപ്പിളിന് ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ലിസ്റ്റായിട്ട് ലിസ്റ്റിന് യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റാണ്. ടപ്പിള് ഈ ബ്രാക്കറ്റാണ്. ദെൻ പാരന്തസിസ് ആണ്. ദെൻ ലിസ്റ്റ് എന്ന് പറയുന്നത് മ്യൂട്ടബിൾ ആണ്. ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. പിന്നെ ടപ്പിൾ അൺപാക്കിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ആലോചിച്ച് വെക്കുക. ഇത്രയൊക്കെയാണ് ടപ്പിളിൽ പഠിക്കാനുള്ളത്. പിന്നെ ടപ്പിളിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയുണ്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് ടപ്പിൾ ട്രാവേഴ്സ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും ലൂപ്സ് യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിലായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് റീവാച്ച് ചെയ്യുക കേട്ടോ. എളുപ്പമാണ്. പൈത്തൺ എന്ന് പറയുന്നത് എളുപ്പമാണ്, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ റീവാച്ച് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.